അപ്പൊ ഇന്ന് നമ്മളൊരു കാർഡിന്റെ വീഡിയോ ആണ്. കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ചുമ്മാ ഈ വലിയൊരു കളിക്കുന്ന കാർഡ്സ് അല്ല കേട്ടോ. ഇത് കുട്ടികൾക്ക് ഫോക്കസ് ചെയ്യാനും അതേപോലെ കോൺസെൻട്രേഷൻ കിട്ടാനും അവര് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി കാർഡാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടം. വലിയ വാല്യൂ ഇല്ല, കുട്ടികളെ പിടിച്ച് നമുക്ക് ഇരുത്താൻ പറ്റിയ ഒരു അടിപൊളി ഗെയിമാണ്. കാണിച്ചു തരാം. ഇതാണ് ഡോബിൾസ് അല്ലേ? ചിന്ന ചുറ്റിയാണ് കേട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇവിടെ കൊണ്ടുവന്നത്. ഡോബിൾസ് അടിപൊളി ഗെയിമാണ്. അപ്പം എനിക്ക് തോന്നി അത് ഇതേപോലെ 6 വയസ്സ് തുടങ്ങി അതിന് മുകളിൽ എത്ര വയസ്സ് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഇത് കളിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ കളിച്ചു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പം എനിക്ക് തോന്നി ഇത് അതേപോലെ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഈ ഫോണും ടിവിയും ഒക്കെ ആയിട്ടിരിക്കണേക്കാളും ഇങ്ങനെ വല്ലതും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ അതൊരു ഉപകാരമുള്ള ഒരു വീഡിയോ ആണല്ലോ. അപ്പോൾ നമുക്കത് ചെയ്യാൻ വിചാരിച്ചു. ഇതിൻ്റെ ഉള്ളിൽ ഇത് കുറേ കാർഡ്സുകളാണ്. ആ കാർഡ്സിനും ഓരോ കാർഡ്സിനും പല പല എന്താ പറയുക പിക്ചേഴ്സ് ഉണ്ട്. ആ പിക്ചേഴ്സ് ഓരോ കണ്ടോ, ഇതേ കുട്ടികളൊക്കെ കാണിക്കണുണ്ടോ, അങ്ങനെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അതിൽ ഈ പിക്ചേഴ്സിൻ്റെ ഒക്കെ പേരുകൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ പേപ്പർ ഉണ്ടായില്ല. ആ ഇൻസ്ട്രക്ഷൻ പേപ്പറിൽ ഫുൾ പിക്ചേഴ്സിൻ്റെ പേരുകളും നമുക്ക് അവർ എഴുതി കാണിച്ചു തരുന്നുണ്ട്. അതിൽ 1-2 പേരുകൾ മാത്രമേ നമുക്ക് അങ്ങനെ അറിയാത്തതുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ട്രീ, കാൻഡിൽ, ഡോഗ്, ലേഡി ബേർഡ്, ഡ്രാഗൺ ഇതൊക്കെ നമുക്ക് അറിയണതായിരിക്കും. മൂൺ, സൺ, പിന്നെ ഹേർട്ട്, ചീസ് ഇതൊക്കെ നമുക്ക് അറിയണതായിരിക്കും. ഇല്ലാച്ചാലും നമ്മൾ മലയാളി കുട്ടികളാണല്ലോ, അവരവരുടെ ഇഷ്ടത്തിനുള്ള വായി തോന്നിയ പേരുകൾ, അതായത് ഇപ്പം മരം ഇവിടെ അങ്ങനെയൊക്കെ വിളിക്കില്ല കളിക്കുമ്പോൾ, അങ്ങനെ കറക്റ്റായിട്ട് മഴത്തുള്ളി, മഴത്തുള്ളി, കാറ്, ജീപ്പ് എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ പറയും. അതൊന്നും കുഴപ്പമില്ല. ലിപ്സ്റ്റിക് അങ്ങനെയൊക്കെ പറയും. ഇംഗ്ലീഷിൽ തന്നെയാ പറയണം എന്നുണ്ടെങ്കിൽ സ്പൈഡർ എന്നൊക്കെയാണ് ഇതിൻ്റെ ഉള്ള അവര് ആ പടത്തിൽ കണ്ട് ആ കളിയുടെ ക്രീസ് കൊടുക്കുമ്പോൾ തനി മലയാളിയോ. ഇംഗ്ലീഷിൽ പറയാനാണെങ്കിൽ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ അറിയാത്ത സാധനങ്ങളുടെ പേരുകളും ഇതിന്റെ ഉള്ളിലുണ്ട്. ബ്ലാക്ക് ഹോഴ്സ് ഇതിന്റെ ഉള്ള നൈറ്റ് ഹോഴ്സ് അങ്ങനെയൊക്കെയാണ്. മതി. അങ്ങനെ കുറച്ച് പിന്നെ ചില അറിയാത്ത പേരുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളുണ്ട്. ഇപ്പൊ യിങ് യാങ് അങ്ങനെയൊക്കെ കുറച്ച് പേരുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ അതിപ്പോ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെയാണ് ഈ പിക്ചേഴ്സിലുള്ള ഈ പിക്ചേഴ്സിന്റെ ഉള്ളിൽ കാണിക്കുന്ന സാധനങ്ങളുടെ പേരുകളാണ് കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ കളിക്കണേ. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് 5 കളികൾ കളിക്കാം. 5 കളികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടവർ, വെൽ, പിന്നെന്താ ഹോട്ട് പൊട്ടറ്റോ, പോയ്സൺഡ് ഗിഫ്റ്റ്, ട്രിപ്ലറ്റ്. അപ്പൊ ഈ 5 ഗെയിമുകളും നമ്മൾ ഒറ്റ വീഡിയോയിൽ കാണിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിരിക്കും. ഞങ്ങളിപ്പോ ഒരു ഗെയിം കാണിച്ചു തരാം. മാത്രമല്ല ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 300 രൂപയ്ക്ക് താഴെ ഉണ്ട്, 300 രൂപയ്ക്ക് കൂടുതലുമായിട്ട് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പൊ കുട്ടികൾക്ക് പറ്റിയ ഒരു സംഗതിയാണ്. ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേഷൻ കൂട്ടാനും ഒക്കെ. എന്താ വെച്ചാൽ പെട്ടെന്ന് പിക്ക് ചെയ്യണം. അപ്പുറത്തെ ആളുടെ അവിടെ ഇരിക്കുന്ന കാർഡിലെ സെയിം സിമ്പിൾ ഏതാണോ അത് എടുക്കലാണ്. അത് ഞാൻ കളി കാണിച്ചു തരാം. അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഷഫിൾ ചെയ്തു. ആദ്യം നമ്മൾ ഷഫിൾ ചെയ്തു. 4 പേർക്കും. അപ്പൊ 4 പേരാണ്. എത്ര പ്ലെയേഴ്സ്? 8 പ്ലെയർ വരെ നമുക്ക് കളിക്കാം. അപ്പൊ പ്ലെയേഴ്സിന് നമ്മൾ കൊടുത്തു. ബാക്കിയുള്ള കാർഡുകൾ നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചു. ഇനി റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഓപ്പൺ ചെയ്തു 4. എന്നിട്ട് ഇനി പറഞ്ഞിട്ട് എടുക്കണം. കാർ എടുത്തു, ലൈറ്റ് എടുത്തു. അതായത് നമ്മുടെ കയ്യിലെ കാർഡിലെയും അവിടെ ഇരിക്കുന്ന കാർഡിലെയും സെയിം പിക്ചറിന്റെ പേര് ആരാണോ ആദ്യം വിളിക്കുന്നത് ആ ആൾക്ക് ആ കാർഡ് കളക്ട് ചെയ്യാം. അങ്ങനെ മാക്സിമം കാർഡ് ആരാണോ കളക്ട് ചെയ്ത് ഒരു ടവർ പോലെ ആക്കുന്നത് അവർ ജയിക്കും. അവൻ ഗോസ്റ്റ് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ വിളിച്ചു പറഞ്ഞ് മാക്സിമം കാർഡുകൾ നമ്മൾ കൈക്കലാക്കണം. അങ്ങനെ മാക്സിമം കാർഡ് നമ്മൾ ആരുടെ കയ്യിലാണോ ഉള്ളത്, അതാണ് ടവർ പോലെ മാക്സിമം ആരുടെ കയ്യിലാണോ ഉള്ളത് അവരാണ് വിന്നർ. ഇതാണ് ടവർ ഗെയിം. കണ്ടോ, ഇപ്പൊ അവർക്ക് ഫോക്കസ് ചെയ്യണം. അവർ ആ പിക്ചറിലുള്ള എന്താണെന്നുള്ളത് അവർ വേഗം ഫോക്കസ് ചെയ്ത് എടുക്കണം. ചിലപ്പോൾ ഇതേപോലെ അടിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ
കണ്ടില്ല എന്നടിക്കണം. ആക്ച്വലി ഞാനും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ആയി വേഗം വേഗം ഫോക്കസ് ചെയ്തെടുക്കണം. അപ്പൊ ഇതാണ് ഫസ്റ്റ് കളി. ഇങ്ങനെ ഒരു 5 കളികളുണ്ട് അതില്. ഇതിപ്പോ ദ ടവർ എന്നാണ് അതിന്റെ പേര്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളൊരു 5 കളികൾ ഇതിൻ്റെ ഉള്ളുണ്ട്. ദ വെൽ, ദ ഹോട്ട് പൊട്ടറ്റോ, ദ പോയ്സൺഡ് ഗിഫ്റ്റ് ആൻഡ് ദ ട്രിപ്ലറ്റ്. ഇങ്ങനെ ഒരു 5 കളികളുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. ഇനി ഇത് ഈ വീഡിയോ ഇതേപോലെ തല്ലൊക്കെ കൂടും, പക്ഷെ നമ്മളത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ മറ്റേ കാർഡ്സ് ഒക്കെ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കണേക്കാളും ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഫോക്കസും കൂടും, കോൺസെൻട്രേഷനും കൂടും, അവർക്ക് എന്റർടൈൻമെന്റ്. കാണട്ടെ. അപ്പൊ ആരുടെയിലാ മാക്സിമം അയക്കണേ നോക്കൂ, എണ്ണിക്കോളൂ. എണ്ണി ആരാ ചോദിച്ചത്? 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17. ഓ, വിന്നർ ലോഹിത് മനോജാണ്. സെക്കൻഡ് രണ്ടുപേരും 16. പറഞ്ഞില്ല, സാരില്ല. കുട്ടികൾ ഭയങ്കര സാമർത്ഥ്യത്തിൽ ഫോക്കസ് ചെയ്തെടുക്കണോണ്ടാ നമ്മള് വിട്ടു കൊടുക്കണതാണ്. സെക്കൻഡ് ഗെയിമാണ് ദ വെൽ. ഓപ്പൺ ആക്കി വെക്കാം. ബാക്കി എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പൊ ഓപ്പൺ ആക്കരുത്. ഓപ്പൺ ആക്കാണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂ. അങ്ങനെ പോവും, അങ്ങനെ തന്നെ റൗണ്ടിൽ പോവും. ഓക്കെ. ഇവിടെ കറണ്ട് പോയി. ഇനി ലൈറ്റ് ഉണ്ടാവോ? കുഴപ്പമില്ല അല്ലേ? ഓക്കെ, ഫിനിഷ്. ഇനി 1, 2, 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ബാക്കിലേക്ക് ആക്കിയിട്ട് നിക്കു പറയട്ടെ റൂൾ പറയട്ടെ എല്ലാം കൂടി നമ്മൾ ഇങ്ങനെ ബാക്കിലേക്ക് ആക്കണം. റെഡി 1, 2, 3 സ്റ്റാർട്ട്. ഓക്കെ. ഇനി ഇതിന്റെ ഉള്ളിൽ മുകളിലത്തെ കാർഡ് നിക്കു. സ്റ്റോപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇതിന്റെ ഉള്ളിലത്തെ മുകളിലത്തെ കാർഡിലുള്ള സിമ്പിൾ അനുസരിച്ച് അത് പെട്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ വെക്കണം. മൈനസ്. ഇനി അതിന്റെ അതേപോലെ നോക്കിയിട്ട് മുകളിലത്തെ സാധനങ്ങളുള്ളത് വെക്കും. അങ്ങനെയില്ല. ഇഷ്ടമുള്ളത് നമുക്ക് നോക്കി. അങ്ങനെയില്ല കുഞ്ഞു, നമുക്ക് അങ്ങനെയില്ല. നമ്മൾ വിളിച്ചു പറഞ്ഞ് മാക്സിമം കാർഡ് നമ്മുടെ കയ്യിൽ നിന്ന് ഇല്ലാണ്ടാക്കണം. വിളിച്ചു പറഞ്ഞ് അങ്ങോട്ട് വച്ചിട്ട് മാക്സിമം കാർഡുകൾ നമ്മുടെ കയ്യിൽ ഇല്ലാണ്ടാക്കണം. ഇതാണ് അങ്ങനെ നോക്കാൻ പറ്റില്ല. മുകളിലത്തെ കാർഡുകൾ മാത്രം കുഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല, ചീറ്റിംഗ് ആണ്. മുകളിലത്തെ കാർഡുകൾ മാത്രം പറ്റും. അങ്ങനെയാണ് ഫോക്കസ് ചെയ്യണേ. വേഗം ഫോക്കസ് ചെയ്ത് വെച്ചോളൂ. അതിലുള്ളത് ഏതാണോ ഉള്ളത്? ദേ ആങ്കർ ഉണ്ടല്ലോ. അതെ, ആങ്കർ ഉണ്ടെങ്കിൽ ആങ്കർ ഉണ്ട്. ശരി, ഇനി അവള് ചെയ്യുന്നത്. അങ്ങനെ മാക്സിമം നമ്മുടെ കയ്യിലുള്ള, അതായത് ഈ കളിയിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ടവർ അതാണ് നടക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലെ കാർഡും അവിടെ ഇരിക്കുന്ന കാർഡിലും സെയിം പിക്ചറിന്റെ പേര് ആരാണോ ആദ്യം വിളിക്കുന്നത് ആ ആൾക്ക് അവരുടെ കാർഡ് തിരിച്ചു വെക്കാം. അങ്ങനെ ആരുടെ കയ്യിലാണോ ഒരു കാർഡ് പോലും ഇല്ലാണ്ടാവണത്, അറ്റ് ലാസ്റ്റ് ഒരു കാർഡ് പോലും ഇല്ലാണ്ടാവണത്, അവരായിരിക്കും വിന്നർ.
ഗ്രീൻ കളർ. അവൻ കറക്റ്റ് പറഞ്ഞോട്ടെ. ആ ഗോസ്റ്റ് എവിടെ? കണ്ടുവന്നു. ഹാർട്ട്. ഹാർട്ട്. ഞാൻ പറഞ്ഞു. ഇതിലെവിടെ ഹാർട്ട്? വെറുതെ വക്കിയല്ലാട്ടാ. കേട്ടോ ആരുടെ കഴിഞ്ഞ കയ്യില്? എന്റെ. ആ അവിടെ കഴിഞ്ഞു. ഓ ഒരാളവിടെ ഇതിന്റെ ഇടയിൽ ഒരാളവിടെ വീടൊക്കെ കൊണ്ടുവച്ചു. അപ്പൊ അങ്ങനെ ലോഹിതയുടെ വിന്നറായി. വേഗം ഫോക്കസ് ചെയ്യ്. അത് പക്ഷെ ലോഹിതയുടെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ എന്തായാലും കഴിഞ്ഞു. ഒരാൾ അടുത്താൾ വന്നേക്കും. ആളുണ്ട് ഇതിൻ്റെ ഉള്ളില് നീത്തേട്ടൻ കാടൊന്നും കളിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ ഞങ്ങള് ഗെയിം 1ഉം 2ഉം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഭയങ്കര ലെങ്തി ആവണം അതുകൊണ്ട് വീഡിയോ. ഇനി 3ഉം 4ഉം 5ഉം വേണം എന്നുള്ളവര് കമന്റ് ചെയ്താൽ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യും. അപ്പൊ എല്ലാവർക്കും ശ്രീപ്രാണ വ്ളോഗ്സിന്റെ എപ്പിസോഡ് ഇഷ്ടമായി വരുന്നു. Please like, share, subscribe. Don't forget to comment. Comment.